ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഭൂട്ടാനിലെ അവസാനത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു സോങ് ഉണ്ട്. ഇത് പാരോ സോങ് എന്നറിയപ്പെടും. നല്ല രാത്രി ഇതിൻ്റെ വ്യൂ ഇട്ടിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ രാത്രി ആ ഇല്ലൂമിനേഷനോട് കൂടി. അപ്പോൾ ആ സോങ് പാരോ സോങ്, റിൻപുങ് സോങ്, ആക്ച്വലി ഇറ്റ് ഈസ് റിൻപുങ് സോങ്. റിൻപുങ് സോങ് എന്ന് പറയുന്നതാണ്. റിൻപുങ് ഫോർട്രസ് ആണ് അത്. പാരോ സോങ് എന്നും അറിയപ്പെടുന്നു. പാരോയിലെ പ്രധാനപ്പെട്ട കോട്ടയാണ്, ഫോർട്രസ്സാണ്, അതുകൊണ്ടാണത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച, പാരോ ടൗണിൻ്റെ കാഴ്ച അതിമനോഹരം എന്നേ പറയാവതുള്ളൂ. അപ്പോൾ ഇവിടെ കാണാം ഒരു റിവർ എങ്ങനെ ഒഴുകുന്നു. പാരോ ചു റിവർ, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ റിൻപുങ് സോങ്ങിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങ് പോയി, എല്ലാവരും മുന്നാലേ പോയി. നമ്മുടെ ഒരു ഗൈഡ് അങ്ങ് മുന്നാലേ പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഗൈഡും ടൂർ മാനേജരും പിറകെ പോകുന്നുണ്ട്. അപ്പോൾ റിൻപുങ് സോങ്, പാരോ സോങ് കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. രണ്ടും ഒന്ന് തന്നെ. പാരോയിലെ പ്രസിദ്ധമായ സോങ് ആയതുകൊണ്ട്, ഫോർട്രസ് ആയതുകൊണ്ട് പാരോ സോങ് എന്നും പറയാം. ആക്ച്വലി ഇറ്റ് ഈസ് റിൻപുങ് സോങ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചതിൻ്റെ അഭിമാനത്തിൽ ഇതാ ആണോ, അത് വളരെ തിരക്കിലാണ്. ഓക്കെ, ബായ്. അപ്പോൾ അത് കാണിക്കാം. ഇതൊക്കെ ഇത്തിരി സ്റ്റീപ്പാണ്, കുറച്ച് ഡേഞ്ചറസാണ്, സൂക്ഷിച്ചിറങ്ങണം. അപ്പോൾ അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങുന്നത്. ക്യാപ്പൊന്നും ഇടാൻ പാടില്ല, ക്യാപ്പ് ഒഴിവാക്കിക്കോളൂ. കയറാൻ പാടില്ലേ, സ്റ്റീപ്പാണ്. കൊള്ളാം. ഇന്നലെ 1600 പടി കയറിയ ആളിനോടാണ് ഈ ചോദിക്കുന്നത്. മുഖം ഒന്ന് കാണിച്ചു തരാം. ഹലോ, അതിൻ്റെ ക്ഷീണമുണ്ട്. അത് എന്നാ സംഭവം? അത് അഞ്ജലി. ഇനി അശ്വതിയുണ്ട്. അതും ഇന്നലെ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ മാന്യദേഹമാണ്. ഒരു മാന്യദേഹം. എല്ലാവരും മാന്യദേഹങ്ങളാണ്. പക്ഷേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള 1600 സ്റ്റെപ്പ് കയറിയ ആളിനോട് ഞാൻ അബദ്ധത്തിൽ ചോദിച്ചു, ഈ സ്റ്റെപ്പ് കയറാൻ ഒക്കുമെന്ന്. ക്യാമറ പറ്റില്ല. ഓക്കെ. റിൻപുങ് സോങ്ങിനുള്ളിൽ വീഡിയോഗ്രാഫി അനുവദനീയമല്ലാതിരുന്നതിനാൽ അതെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ വെളിയിലിറങ്ങി സോങ്ങിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മൊണാസ്ട്രിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണുക. സുഹൃത്തുക്കളെ, എത്ര മനോഹരമാണെന്ന് നോക്കുക. അതിമനോഹരം, അത്യുജ്വലം. ഇതാണ് മൊണാസ്ട്രി. ആരും ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് എടുക്കുക. ആ സ്തൂപത്തിൻ്റെ ബാക്ക് ഭാഗം അതിമനോഹരം, അത്യുജ്വലം എന്നേ പറയാനുള്ളൂ. ഇനി മൊണാസ്ട്രിക്ക് ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറണം എന്നും വിചാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇതുവഴി മൊണാസ്ട്രിക്ക് ഉള്ളിലേക്ക് കയറാം. ആ ഭാഗം കാണിച്ചു തരാം. ഇതുവഴി ഇങ്ങനെ കയറാവുന്നതാണ്. കയറുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ആവാം. അപാരം. ഇതൊക്കെ വന്ന് കണ്ടാൽ ഇവരുടെ ആർക്കിടെക്ചറിൻ്റെയും ഈ പ്രകൃതി ഭംഗിയുടെയും ഫാൻ ആയി മാറിപ്പോകുന്നല്ല, മാറി എന്ന് പറയുന്നതാണ് ശരി. പക്ഷെ ഇവിടെ താമസിക്കാനൊക്കില്ല, നമുക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രശ്നവും ഉണ്ട്. സുഹൃത്തുക്കളെ, ബാക്കി പിന്നീട്. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. റിൻപുങ് സോങ്ങിൽ നിന്നുള്ള കാഴ്ചയാണ്, പാരോ സോങ്ങിൽ നിന്നുള്ള കാഴ്ചയാണ്. പാരോ ടൗണിൻ്റെ കാഴ്ച, അതിമനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു പാലസ് ഉണ്ട്, സ്പെഷ്യൽ പാലസ്. കാണിച്ചു തരാം. അതാണ് ആ പാലസ്. അത് ഒരു പാലസാണ്.
ഈ പാലസ് രാജാവിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. രാജാവ് പാരോയിൽ വരുമ്പോൾ താമസിക്കാൻ അല്ലേ? രാജാവ് വരുമ്പോൾ താമസിക്കാനല്ലേ സാറേ? ആ, അതാണ് സംഭവം. വിസിറ്റ് ചെയ്യുന്ന ആ, അവർക്ക് റിസൈഡ് ചെയ്യാൻ പറ്റും. ആ, അതെ. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഒന്നും താമസിക്കത്തില്ല. അതിനെന്തോ പറയുന്നത് ബംഗ്ലാവ്സ്, എന്തോ ബംഗ്ലാവ്, സമ്മർ പാലസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത്. ഓക്കെ, അത് ചാക്കോ സാർ പറയുന്നു. ഈശോച്ചേട്ടൻ വിശദീകരിച്ച് കൊടുക്കുന്നു. കാര്യങ്ങൾ കേൾക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശോഭാജി. ആ, മനോഹരമായ കാഴ്ച. താഴെ ഒക്കെ ഉണ്ട് തെളിഞ്ഞ ജലമൊഴുകുന്ന പാരോച്ചു റിവർ. അത് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, പാരോച്ചു റിവർ ഒഴുകുന്നുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ. അതിനിപ്പുറത്ത് ഹൈവേ ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായി കെട്ടിപ്പടുത്തിട്ടുള്ള പാരോ ടൗണുണ്ട്. ഇവിടെ രാജാവിൻ്റെ വസതി. പാരയിൽ വരുമ്പോൾ താമസിക്കാൻ. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് തിമ്പുവിലെ സോങ്ങിലാണ്, ടാഷിറ്റോ ഡോൺ. അത് അഡ്മിനിസ്ട്രേഷനും ഇതേപോലെ മൊണാസ്ട്രിയും ചേർന്ന അവിടെ പാർലമെൻറ്റ് നടക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും ഗംഭീര കാഴ്ചകളാണ്. അവിടെ കുന്നിന് അടിവാരത്തൊരു സ്ഥലത്തുനിന്ന് പുക ഉയരുന്നുണ്ട്. കാണുന്നില്ല. ആ, ഉണ്ട്. ഓക്കെ. പാരോ റിവർ, തെളിഞ്ഞ ജലമൊഴുകുന്ന പാരോച്ചു റിവർ. ചൂ എന്ന് പറഞ്ഞാൽ റിവറാണ്. പാരോച്ചു റിവർ. ഈ സോങ്ങിലേക്ക് റോഡിൽ നിന്ന് കയറുന്നതായ പാലം ഇവിടെ കാണാം. അതാണ് പാലം. കാണുന്നില്ലേ? പാലം ഉണ്ട്. വളഞ്ഞു പുറഞ്ഞു വരുന്നുണ്ട് പാരോച്ചു റിവർ. അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനപ്പുറത്ത് നമ്മുടെ പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ഭാഗവും കാണാം. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ പാരോ സോങ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. പാരോ സോങ്, റിൻപുങ് സോങ്. ആക്ച്വലി അത് റിൻപുങ് സോങ് എന്ന പാരോ സോങ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. പാരോയിലെ പ്രസിദ്ധമായ സോങ്. ഇനി ഇവിടെ ഒരു മനോഹരമായ വഴിയുണ്ട്. ഈ വഴി പുഴത്തീരത്തേക്കാണ്. ഈ വഴിയെ നമ്മൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ വഴി. ആ വഴിയെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് പുഴത്തീരത്ത് എത്താൻ പറ്റും. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ, അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്താ മനോഹാരിത! നല്ല കാറ്റ് കണ്ടില്ലേ? ഇത് ഞാൻ ഇനി പ്രത്യേകം പറയണോ? ഇതൊക്കെ എത്ര മനോഹരമായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുന്നു. അത്ര സമ്പന്ന രാജ്യമല്ല ഒരു ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം. എന്നിട്ട് നമ്മുടെ സുഹൃത്തായ LT ഗൈഡ് അവിടെ നിൽക്കുന്നുണ്ട്. LT ലാബ് ഷെറിങ്. ഐ നോ യുവർ നെയിം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും ഉച്ചരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് LT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തെ LT എന്ന് വിളിക്കും. അപ്പോൾ അതല്ല അതിൻ്റെ ശരി. അപ്പോൾ എനിക്ക് തോന്നി, ഞാനത് ചോദിച്ച് മനസ്സിലാക്കി. ലാബ് ഷെറിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഗൈഡാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. 2 ഗൈഡുകളും നല്ലതാണ്. നമുക്ക് ഇവിടെ 10 പേർക്ക് ഒരു ഗൈഡ് എന്നുള്ളതാണ് കണക്ക്. ഞങ്ങൾ 16 പേരുണ്ട്, അപ്പോൾ 2 ഗൈഡ്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരാൾ വന്നാൽ പോലും ഒരു ഗൈഡിനും ഒരു ഡ്രൈവർക്കും നമ്മൾ വാഹനം ഉപയോഗിക്കുന്നെങ്കിൽ പണി കൊടുത്തിരിക്കണമെന്നാണ്. സ്വന്തമായ വാഹനം കൊണ്ടുവരാം, അപ്പോൾ അത് ചാർജ് കൂടും. അതിനേക്കാളും ഇവിടെ വന്ന് വാഹനം എടുക്കുന്നതാണ് നല്ലത്. സ്വാഭാവികമായിട്ടും ഒരു ഡ്രൈവറിനും കൂടി നമ്മൾ പണി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ നല്ല സംവിധാനങ്ങളാണ് ഒരു നാടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു രാജാവ് അതിൻ്റെ തിരഞ്ഞെടുത്ത ഭരണാധികാരികളും കൂടി ചെയ്തിരിക്കുന്നത്. അത് രാജാവിനാണ് ക്രെഡിറ്റ് പോകേണ്ടത്. രാജാവ് 2008
ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ ഉള്ള ഭരണം, രാജാവ് സർവാധികാരി. എങ്കിലും അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവമല്ല. എങ്ങനെ ഒരു നാടിനെ മെച്ചപ്പെടുത്താം, ഈ നാട് ഇത്തരത്തിൽ മെച്ചപ്പെടുത്തതിൻ്റെ, ഒരു മനോഹരമായ രാജ്യമായതിൻ്റെ, ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ടസങ്കേതമായതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത് ഇവിടുത്തെ രാജാവ്, അഞ്ചാമൻ രാജാവ്, വാങ്ചുക് രാജവംശത്തിലെ അഞ്ചാമൻ രാജാവിനാണെന്ന് ഞാൻ പറയും, തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം ആണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. 1907 ഉഗ്യേൽ വാങ്ചുക് എന്ന് പറയുന്ന റംബൂച്ചെ, ടിബറ്റൻ റംബൂച്ചെ ആണ് വാങ്ചുക് രാജവംശം സ്ഥാപിച്ചത്. ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക്കാണ് ഇപ്പോഴത്തെ രാജാവ്, അഞ്ചാമൻ രാജാവ്. അപ്പോൾ അദ്ദേഹമാണ് 2008 ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയായി പ്രഖ്യാപിച്ചത്. ഓരോ 5 വർഷവും കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ, ഉപരിസഭയുണ്ട്, അധോസഭയുണ്ട്. അതിന് നാഷണൽ അസംബ്ലി എന്തും നാഷണൽ കൗൺസിൽ എന്നും പറയും. അപ്പോൾ നാഷണൽ കൗൺസിൽ ഉപരിസഭ, അത് 21 അംഗങ്ങൾ. നാഷണൽ അസംബ്ലിയിൽ 47 അംഗങ്ങൾ, അത് അധോസഭ. പിന്നെ ഓരോരോ വകുപ്പ് മന്ത്രിമാർ, പിന്നെ പ്രധാനമന്ത്രി, നമ്മുടെ ഏകദേശം പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം വരും ഇവിടുത്തെ രാജാവ്. രാജാവിൻ്റെ പേര് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക്. പേരുകളൊക്കെ പറയാൻ പഠിച്ചെടുത്തു, അതുകൊണ്ട് പറയാൻ പറ്റുന്നു എന്ന് പറയാം. ഓക്കെ സുഹൃത്തുക്കളെ, ബായ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഭൂട്ടാൻ ടൂറിൻ്റെ പര്യവസാനമാവുകയാണ്. അതിമനോഹരമായ രാജ്യം, സമാധാനത്തിൻ്റെ രാജ്യം. അതുകൊണ്ട് ഭൂട്ടാനോട് വിട. ഭൂട്ടാന് നന്ദി, ഇവിടുത്തെ ആളുകൾക്ക് നന്ദി, നമ്മുടെ ഗൈഡിനും സുരക്ഷിതമായി കൊണ്ടുപോയ ഡ്രൈവർ സാബ്. 2 ഗൈഡുമാരുണ്ട്. ഒന്ന് വിജയ്ജി ദ സീനിയർ, രണ്ടാമത്തെ ആൾ എൽ ടി ലാബ്ഷറിങ്, LT എന്നറിയപ്പെടുന്ന ലാബ്ഷറിങ് ഗൈഡ്. മൂന്നാമത്തത് നമ്മുടെ സുരക്ഷിതമായി ഈ ടെറൈനിലൂടെ കൊണ്ടുപോയ നമ്മുടെ ഡ്രൈവർ വീരഭദ്ര റോയ്. അപ്പോൾ അവർക്കെല്ലാം നന്ദി. ടൂർ സംഘടിപ്പിച്ച ലക്ഷ്യ ട്രക്സ് ആൻഡ് ട്രിപ്സിന് നന്ദി. എല്ലാറ്റിനുമുപരി നമ്മുടെ പ്രഗത്ഭനായ, നല്ല ആത്മാർത്ഥമായ സമീപനമുള്ള നമ്മുടെ ടൂർ മാനേജർ, ലക്ഷ്യ ടൂർ മാനേജർ മാഹിൻജി ഫ്രം എറണാകുളം. അദ്ദേഹത്തിന് വളരെ വളരെ നന്ദി. സുഹൃത്തുക്കളെ, ഇനി ഏറ്റവും പ്രധാനമായി നന്ദി പറയേണ്ടത് മറ്റാർക്കുമല്ല, നമ്മുടെ ഇവിടുത്തെ രാജാവ്, അഞ്ചാമൻ രാജാവ്, വാങ്ചുക് രാജവംശത്തിലെ അഞ്ചാമൻ രാജാവായിട്ടുള്ള ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക് ഇതിനെ ഒരു അർദ്ധജനാധിപത്യ രാജ്യമായി, എന്നാൽ പൂർണ്ണമായി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാക്കി മാറ്റിയ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക്. അങ്ങനെയുണ്ടല്ലോ, ഈ അർദ്ധജനാധിപത്യ രാജ്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നെങ്കിലും ഇവിടെ നടമാടുന്നത് ശരിക്ക് ജനാധിപത്യവൽക്കരണമാണ്. പല ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിലും ഭരിക്കുന്നത് ഏകാധിപതികളാണ്. ഏതോ ഒരു മഹാൻ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപതികൾ ഭരിക്കപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ ഏകാധിപത്യ രാജ്യങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. അപ്പോൾ ഏകാധിപത്യം, ടോട്ടാലിറ്റേറിയൻ റെജീം, മതാധിപത്യം ഒക്കെയാണുള്ളത്.
ജനാധിപത്യ രാജ്യങ്ങളിൽ തന്നെ ഏകാധിപതികൾ ഭരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു മൊണാർക്കി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി നടമാടുന്ന രാജ്യത്ത് പൂർണ്ണമായ ജനാധിപത്യവൽക്കരണം നമ്മൾ കാണുന്നു. സുഹൃത്തുക്കളെ, ഈ നാട് വളരെ മനോഹരമായി പരിപാലിച്ച ഈ നാട്ടുകാർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ രാജാവ്, അഞ്ചാമൻ വാങ്ചുക് രാജാവ് ജിഗ്മേ ഖേസർ നാങ്കിൽ വാങ്ചുക്കിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒഴുകി വരുന്നത് പാരോച്ചു നദിയാണ്. ചുറ്റുപാടും കാണുന്നത് ഭൂട്ടാനെ സംരക്ഷിക്കുന്ന, പാരോ എന്ന ചെറുപട്ടണത്തെ സംരക്ഷിക്കുന്ന മലനിരകളാണ്. ഇത് ഒരു തടിപ്പാലം. ഇതിൻ്റെ ബ്യൂട്ടിയിൽ പ്രചോദിതരായി ഫോട്ടോ എടുത്തു തീരാത്ത നമ്മളെ സഹയാത്രികരുണ്ട്. പാരോച്ചൂട് ഒഴുകിപ്പോകുന്ന ഭാഗം, തടിപ്പാലം എല്ലാമുണ്ട്. വീണ്ടും പാരോച്ചു നദി, ശുദ്ധജലം ഒഴുകുന്ന, തെളിനീരൊഴുകുന്ന പാരോ എന്ന ചെറുപട്ടണത്തിൻ്റെ ജീവനാഡിയായ പാരോച്ചു റിവർ, പാരോച്ചു നദി വേണമെങ്കിൽ കുടിക്കാമെന്ന് തോന്നുന്നു, അത്ര തെളിഞ്ഞ ജലം. അപ്പോൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സമാധാനപൂർണമായി. ഇവിടുത്തെ ജനങ്ങളെപ്പോലെ തന്നെ നദിയും വളരെ സമാധാനപൂർണമായി ഒഴുകുന്നു. സമാധാനപൂർണമായ ശാന്തിയുടെ നാട് ഭൂട്ടാൻ കണ്ടത് ഒരു ജീവിത സാഫല്യം സുഹൃത്തുക്കളെ. ഇനി നമ്മുടെ അദ്ദേഹം തിരക്കിലാണ്, അദ്ദേഹത്തെ നമ്മൾ ശല്യപ്പെടുത്തണ്ട. അതാണ് നമ്മുടെ ടൂർ ഗൈഡ് വിജയ്ജി. നമസ്കാരം. You are a very good guide. You describe everything very well. So thank you very much. No problem, sir. No problem. അങ്ങനെ സുഹൃത്തുക്കളെ, ഭൂട്ടാനോട് വിട. വളരെ വളരെ സന്തോഷത്തോടു കൂടി, എന്നാൽ അല്പം വ്യസനത്തോടു കൂടിയും. കാരണം ഇത്രയും മനോഹരമായ ഈ രാജ്യത്തോട് വിട പറയേണ്ടി വരുന്നുവല്ലോ എന്നതൊരു വിഷമമാണ്. പക്ഷേ എന്തായാലും വിട പറഞ്ഞല്ലേ മതിയാവൂ. വിട പറയലുകളും കൂടിച്ചേരലുകളും ചേർന്നതാണ് ജീവിതം എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്പർലെസ് മീറ്റിംഗ്സ് ആൻഡ് പാർട്ടിങ്സ് ടിൽ ദ ഗ്രേറ്റ് പാർട്ടിങ് ഫ്രം ദർ ഈസ് നോ റിട്ടേൺ എന്ന് പറഞ്ഞത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ. അവസാനത്തെ യാത്ര പറ എൽ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. സുഹൃത്തുക്കളെ, ബായ്. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഭൂട്ടാനിയായി മാറി. ഇനി മൊത്തം ഭൂട്ടാനിയാണ്. ഓക്കെ, കുസും സമ്പുല, കുസും സമ്പുല. വേഷം നോക്കണം. മണ്ണിൽ ലൈറ്റ് അടിക്കുന്നു. പിറകിൽ കാണുന്നത് നമ്മുടെ പ്രസിദ്ധമായ പാരോ പാലം, നമ്മുടെ പാരോച്ചോങ് റിംപുങ് സോങ്ങിലേക്കുള്ള പാലമാണ് കാണുന്നത്. കുസും സമ്പുല എന്ന് പറഞ്ഞാൽ ഭൂട്ടാനി ഭാഷയിൽ നമസ്കാരം എന്നാണ്. കരിംചുല, കരിംചുല, താങ്ക് യു എന്നർത്ഥം, നന്ദി. അപ്പോൾ അതുകൊണ്ട് ഭൂട്ടാനി വേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭൂട്ടാനി വേഷം ധരിച്ചാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ചാർജബിളാണ്, പൈസ കൊടുക്കണം. ഒരു 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭൂട്ടാൻ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയും.
പിറകെ കാണുന്നത് മലനിരകൾ. സുഹൃത്തുക്കളെ, റിംഗ് ഫുങ്സോങ് കാണാം, പാലം കാണാം, എല്ലാം കാണാം. ഓക്കെ, പാരോച്ചോ റിവർ ഒഴുകുന്നു, തെളിഞ്ഞ നീരുറവ് അത് കാണാം. മനോഹരമായ ഭൂട്ടാനി വേഷം, ഖോ എന്നാണ് അറിയപ്പെടുന്നത് ഈ വേഷം. ലേഡീസിൻ്റെ വേഷം കിര എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും കുസും സംബുല നാക്കിൽ കൊള്ളാത്ത നല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, കുസു സംബുല, നമസ്കാരം. കരിംചുല, ബൈ.